കഴിഞ്ഞ ഞായറാഴ്ച ഓൺലൈൻ ക്ലാസ് ആയിരുന്നതുകൊണ്ട് വളരെ സൗകര്യമായിരുന്നു. കാരണം ഞങ്ങൾക്കൊന്ന് എറണാകുളം പോകണമെന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ക്ലാസ് കഴിഞ്ഞ ശേഷം ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ശംഖും കണ്ണനും കൂടി നേരത്തെ തന്നെ തോപ്പുംപടിക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് ചെന്നിട്ട് അവിടുന്ന് പിന്നെ എല്ലാവരും കൂടി പോകാമെന്നുള്ള പ്ലാനിലാണ് നിൽക്കുന്നത്. വന്നപ്പോഴത്തേക്കും എൻ്റെ കഷ്ടകാലം എന്ന് പറഞ്ഞാൽ പോരെ, എൻ്റേന്നല്ല ഞങ്ങളുടെ കഷ്ടകാലം എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇറങ്ങിയപ്പോൾ കുറച്ച് താമസിച്ച് പോയി, ബസ് അങ്ങ് പോയി. ഇവിടെ പിന്നെ പൂമാല ഗ്രാമമാണല്ലോ, കാരണം ഒരു ബസ് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു ബസ് വന്നെങ്കിൽ നേരങ്ങൾ കുറേ കഴിയും, പോരെങ്കിൽ ഞായറാഴ്ച പിന്നെ പല പല ബസ്സുകളും ഉണ്ടാകത്തുമില്ല. അങ്ങനെ ആകെ ശോകമായതുകൊണ്ട് ഒരു ഓട്ടോ പിടിച്ച്, ഓട്ടോയിലാണെങ്കിൽ ഇഴഞ്ഞിഴഞ്ഞാട്ടോ വന്നത്. ആ ഓട്ടോ കൊണ്ടുവന്ന് ഇറക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് 5 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്തപ്പോഴത്തേക്ക് ഒരു ബസ് വന്നു. അങ്ങനെ അതിൽ കയറിയിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് സീറ്റിലിരിക്കുന്നത് ഞങ്ങൾക്ക് ഭയങ്കര ദേഷ്യമുള്ള കാര്യം. കാരണം വേറൊന്നുമല്ല, എപ്പോഴും ഒരുമിച്ചിരുന്ന് ഇങ്ങനെ വർത്താനം പറഞ്ഞ് അങ്ങറ്റം വരെ വർത്താനം പറഞ്ഞെത്താമല്ലോ. എന്താണ് ഈ പറയുന്നതെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് പോലും അറിയില്ല കേട്ടോ. ഇപ്പം സംസാരിക്കുന്ന കാര്യം പിന്നെ 5 സെക്കൻഡ്സിന് ശേഷം എന്താ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് വെച്ചാൽ അറിയില്ല. കാരണം ഈ 5 സെക്കൻഡിന് മുമ്പ് ഒരു കാര്യമല്ലല്ലോ പറയുന്നത്, 10-12 കാര്യങ്ങളാണ് പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് അറിയില്ല എന്താ പറയുന്നതെന്ന്. അൺവാണ്ടഡ് ടോക്കിംഗ് ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. നമുക്ക് സംസാരിക്കാണ്ടിരിക്കാൻ ജീവിക്കാൻ പറ്റില്ലാത്ത അവസ്ഥയാണ്. കാരണം ഒന്ന് വായടച്ചിരുന്നു കഴിഞ്ഞാൽ, എനിക്കാണെങ്കിൽ അങ്ങനെ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ അങ്ങനെ തന്നെ, ഇങ്ങനെ സംസാരിക്കാണ്ടിരിക്കാനുള്ളൊരു അവസ്ഥയില്ലേ. അമ്മ PTA മീറ്റിങ്ങിനൊക്കെ വരുമ്പോഴത്തേക്ക് ഈ കൊച്ച ഒടുക്കത്തെ സംസാരമാണ്. പക്ഷേ പുള്ളിക്കാരി അങ്ങനെയല്ല, ചിഹ്നം അങ്ങനെയല്ല, ക്ലാസ്സിലൊന്നും മിണ്ടില്ലായിരുന്നു. പക്ഷേ സംസാരിച്ച് തുടങ്ങി അതും വായടക്കത്തില്ല. അങ്ങനെ ഞങ്ങൾ അരൂർ ക്ഷേത്രം ഇറങ്ങി ബസ് മാറി കയറിയിട്ടാണ്. കാരണം തോപ്പുംപടി ബസ് കയറാൻ വേണ്ടിയിട്ട് അവിടെ ഇറങ്ങിയിട്ട് ഒരു KSRTC കയറി. എനിക്ക് ഷട്ടർ ഇടുന്ന പണ്ടേ ഇഷ്ടമില്ലാത്തതുകൊണ്ട് അതങ്ങ് പൊക്കി. കാരണം അവർ വിചാരിച്ചിട്ടുണ്ടാകണം മഴ പെയ്ത് കഴിഞ്ഞാൽ സീറ്റൊക്കെ നനഞ്ഞ് കസ്റ്റമേഴ്സല്ല പാസഞ്ചേഴ്സിന് ബുദ്ധിമുട്ടാവുമെന്ന് ചിലപ്പോൾ കണ്ടക്ടർ തന്നെ അടച്ചതായിരിക്കണം. അതെല്ലാം തുറന്ന് പടേന്ന് ഞങ്ങൾ തോപ്പുംപടിയിൽ എത്തിയിട്ടാണ്. അപ്പോഴത്തേക്കാണ് ഈ മരം കണ്ട. പണ്ട് ഭയങ്കര നൊസ്റ്റു അടിക്കുന്ന മരങ്ങളാണിതെല്ലാം. കാരണം ഇതിലൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഇല്ല. ഈ എറണാകുളം സൈഡിലോട്ട് വരുമ്പോഴാണ് ഇഷ്ടം പോലെയുള്ള. അങ്ങനെ അവിടെ നിന്ന് 2-3 കാ പറിക്കുന്ന കൂടിയാണ് ശംഖും കണ്ണനും കൂടി നാട്ടെ കാറിൽ പാഞ്ഞ് പോവുക. ഞങ്ങളെ കാണുന്നില്ല, എങ്ങനെ കാണാനല്ലേ ഈ കാട്ടിനടക്ക് നിന്നിട്ടുണ്ടെങ്കിൽ. ഞാൻ ഓടി റോട്ടിലോട്ട് വന്ന് അങ്ങനെ അവിടുന്ന് അവരായിട്ടും കൂട്ടി സ്റ്റുഡിയോയിലോട്ട് വന്നു. ഈ സ്റ്റുഡിയോ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ കണ്ടായിരുന്നേ. അപ്പോഴേ പ്ലാൻ ചെയ്തായിരുന്നു 2 ഡ്രസ്സ് എടുക്കണം എന്ന്. അങ്ങനെ എനിക്കൊരു ഡ്രസ്സ്, ചിന്നുവിനും ഒരു ഡ്രസ്സ് വേണം. ആ ഡ്രസ്സ് ഇട്ടിട്ട് ട്രയൽ റൂമിൽ പോയി ഡ്രസ്സ് മാറണമെന്നും എടുക്കാനുള്ള സമയം കിട്ടില്ല കേട്ടോ. കാരണം വേറൊന്നുമല്ല, ഭയങ്കര തിരക്ക്. ഞായറാഴ്ച എനിക്കൊന്നൊരു പൂരത്തിനുള്ള ആൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അങ്ങനെ ഡ്രസ്സെല്ലാം കംപ്ലീറ്റ് എടുത്ത് കുറേ സാധനങ്ങളെല്ലാം വാങ്ങി. ശങ്കുരും കണ്ണിന് കുറേ ഡ്രസ്സ് എടുത്ത് കേട്ടോ. എനിക്ക് ചിന്നുവിനും ആകെ ഓരോന്നേ എടുത്തുള്ളൂ. അതിലെനിക്ക് വലിയ വിഷമമൊന്നുമില്ല, കാരണം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് എടുക്കുന്നതാണല്ലോ. അങ്ങനെ ഈ ബില്ലടിക്കാൻ തന്നെ എത്ര നേരം നിന്നറിയോ. അങ്ങനെ ബില്ലടിച്ച് അപ്പോൾ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തു ഇനി എന്താ ചെയ്യേണ്ടത്. കാരണം അങ്ങനെയാണല്ലോ നമ്മൾ ഓരോന്നും ചെയ്യണ ശരി. അപ്പോൾ കണ്ടാൽ പറഞ്ഞു നമുക്കൊരു ചായ കുടിച്ച് ആലോചിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ പോക്ക് നേരെ ചായക്കടയിലോട്ടാട്ടോ. ചായക്കട എന്നല്ല, അവിടെ ഒരു ഇങ്ങനെ കഫ്റ്റേരിയ കുറേ സംഭവങ്ങളുണ്ട്. അങ്ങനെ അവിടെ പോയിരുന്നു. ശംഖും കണ്ണനും ഓരോ ചായയും, പിന്നെ ചായയുടെ കൂടെ 2 തള്ളുണ്ടായിരുന്നു, അതായത് കടിക്ക് പകരം. ഞങ്ങൾ ചായ കുടിയൊക്കെ അങ്ങ് നിർത്തുക, ഡയറ്റ് തുടങ്ങുമെന്ന്. എന്തിനാണ് എന്തൊക്കെ കേൾക്കണമാവോ. അപ്പോൾ ഞങ്ങൾ 2 കോഫി കുടിച്ച്. ഞാൻ പറഞ്ഞു എനിക്ക് ഡയറ്റിനോടൊന്നും താല്പര്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ യാത്ര ഇനിയും തുടരുകയാണ്. കാണാൻ മറക്കല്ലേ, സബ്സ്ക്രൈബ് ചെയ്യണേ.